ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ദോശയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഈ പച്ചരി ഞാനൊരു 3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു ഗ്ലാസ് അളവ് അരിയാണ് ഞാൻ എടുത്തത്. ഒരു 240 ml ഇതുപോലുള്ള ഒരു ഗ്ലാസ് അളവ്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിന് മുന്നായിട്ട് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഇതിങ്ങനെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കുതിർന്നെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അരി നമ്മൾ വെള്ളത്തിലിട്ട സമയത്ത് 2-3 പ്രാവശ്യം വാഷ് ചെയ്തതാണെങ്കിലും നമ്മൾ ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് വീണ്ടും 1-2 പ്രാവശ്യം കൂടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാൻ. അപ്പോൾ അതുപോലെ 2-3 പ്രാവശ്യം കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന അരിയാണിത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിനകത്ത് ആ വെള്ളം മാറ്റിയിട്ട് അരി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം മാത്രം ഉപ്പ്. അത് അല്പം മാത്രം എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ഒരല്പം മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 3 കാഷ്നട്ട്. അപ്പോൾ തികച്ചും ഓപ്ഷണലാണ് ഇത്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ഇത് ഇട്ട് കൊടുക്കുക. ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് നമ്മളുടെ ദോശയ്ക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 3 കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ അരി എടുത്ത ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 1/4 ഗ്ലാസ് വെള്ളം കറക്റ്റായിരുന്നു നമുക്ക് അരച്ചെടുത്തപ്പോൾ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവിന് ഉപ്പ് നോക്കിയാൽ ഉപ്പ് കറക്റ്റ് ആയിരിക്കില്ല, ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. ഇപ്പം നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് നമുക്കിതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ കളറൊന്നും മാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തത് അതും കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ റോ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ ഒരല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഇട്ടതാണ്, മാവിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഓർത്തിട്ട് വേണം ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ സവാളയിലുള്ള ഉപ്പും ഒക്കെ അതിൽ പിടിച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മളിത് കൊടുക്കാനുള്ളതാണെങ്കിൽ അതിൻ്റെ എരിവൊക്കെ ഓരോരുത്തരും നോക്കിയിട്ട് വേണം അത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 2 പച്ചമുളകിന് പകരമായിട്ട് 1 പച്ചമുളകോ അതല്ലെങ്കിൽ പകുതി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വേവാൻ വേണ്ടി വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ നമ്മളുടെ ആയിട്ടില്ല. ഇനി ഒരു 3 മിനിറ്റും കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. വീണ്ടും നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതിയോളം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഒരു പകുതിയോളം കുക്കായാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ നാളികേരം ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരം ഇട്ടതിന് ശേഷം 1 മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ നാളികേരത്തിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അരച്ച് വെച്ച ഈ അരിയുടെ മാവിലേക്ക് നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മിക്സിൻ്റെ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ട്, കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി മാവൊക്കെ ഇരിപ്പുണ്ട്. അതിനകത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് അത് ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്ന ക്യാരറ്റും സവാളയും ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്കത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞതിൻ്റെ കാരണം ചോപ്പറിലിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്താൽ അതിൻ്റെ ആ ഒരു ഓറഞ്ച് കളറ് നമ്മളുടെ ഈ മാവിലേക്ക് സ്പ്രെഡാവും. അപ്പം അത് അങ്ങനെ വേണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ കളറ് മാറുന്നതിൽ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പ് ഒരല്പം കുറവുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ 2-3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഉപ്പ് കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളുണ്ടാക്കുന്ന ഈ അപ്പത്തിൻ്റെ മാവിൻ്റെ വെള്ളമൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ദോശ അല്പം ഒരു കട്ടിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ മാവ് സ്പ്രെഡ് ചെയ്തൊഴിച്ച് ഉണ്ടാക്കാനുള്ള അതാണ് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഇതിനകത്ത് കൂടി ആഡ് ചെയ്തിട്ട് വേണം അങ്ങനത്തെ ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ദോശയ്ക്ക് ഈ ഒരു വെള്ളം കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അല്പം മല്ലിയില. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ഇടുമ്പോൾ എപ്പോഴും നമ്മൾ അവസാനം ആയിട്ട് ഇട്ടാൽ മതി. അതല്ലെങ്കിൽ അതിൻ്റെ ആ പച്ചക്കളറ് വേഗം അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ ആ പച്ചക്കളറ് നമ്മളുടെ ദോശയിൽ കാണുമ്പോൾ അതൊരു നല്ലൊരു ഭംഗിയും നല്ലൊരു ടേസ്റ്റും ഒക്കെ തരുന്നതാണ് ഈ മല്ലിയില. അപ്പോൾ ഈ മല്ലിയിലക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേപ്പില വേണമെങ്കിൽ വേപ്പില ഇടാം. അപ്പോൾ വേപ്പില ഇടുമ്പോൾ കുറച്ച് കിളുന്ത് വേപ്പില ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്ത് കൊടുക്കാം. മല്ലിയിലക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കയ്യിലാണ്, അതിൻ്റെ ഒരു 2.5 കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആ പച്ചക്കറികളൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ദോശ പരത്തുന്നത് പോലെ പരത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് പരന്ന് കിട്ടും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കുമ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾക്ക് ഇതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് കുക്കായിട്ടുണ്ടാവില്ല, മുഴുവനായിട്ട് കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്ന് ഓയിലൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് നെയ്യാണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് അപ്പോൾ അത് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നെയ്യ് ആണ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നെയ്യോ വെജിറ്റബിൾ ഓയിലോ എന്താണെന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഇതിന് ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല
കിടുക്കാച്ചി ദോശയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഇലയിലേക്ക് മാറ്റാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം. വളരെ എളുപ്പമാണ്. നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കായതിന് ശേഷം ഇതേപോലെ നമുക്ക് ഓയിൽ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മൂടി വയ്ക്കുക. വീണ്ടും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അടുപ്പനായിട്ട് തന്നെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാൻ പറ്റി. ഇങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം. ഈ ദോശയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ പുട്ടൊക്കെ കഴിച്ച് നമുക്ക് മടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തേക്ക് ഒരു ദോശ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവർക്കും അത് ഒരുപോലെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഈ ഒരു ദോശ മാത്രം മതി നമുക്ക് വയറ് നിറച്ച് കഴിക്കാനും പറ്റും. അപ്പം നമുക്ക് എല്ലാ ദോശയും ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഈ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കറികളും വേണമെന്നില്ല. നമുക്ക് കറികളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് വെറുതെ കഴിക്കാൻ പറ്റിയ ഈ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരല്പം ടൊമാറ്റോ സോസോ മറ്റെന്തെങ്കിലും ഒരു അല്പം ഉണ്ടെങ്കിൽ ധാരാളം. അപ്പോൾ ഈ സ്പെഷ്യൽ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.